നമ്മൾക്ക് തന്നെ അത് വല്ലാത്തൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ കുറിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെയാണ് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അയാൾ ആ ഒരു കരുത്തിനെ നിലനിർത്തി. അയാൾ പാർട്ടിക്ക് ഒരു നല്ലൊരു വ്യക്തിയാണ്, ത്യാഗം അനുഭവിച്ചിട്ടാണ് ഈ പൊസിഷനിൽ എത്തിയത്. പക്ഷെ അത് ഒരു ചെറിയൊരു ഫോണിൻ്റെ വേണ്ടിയിട്ട് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക പറയുമ്പോൾ വല്ലാത്തൊരു ചെറുപ്രായം ഭാവിയുള്ള ഒരു താരത്തിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. നല്ല കഴിവുള്ള ആള് അല്ല, അത് തീപ്പൊരിൻ്റെ കാര്യമല്ല, അയാളുടെ പ്രവർത്തനത്തിന് ഒരു അംഗീകാരം കൊടുത്തിരിക്കുക. വെളിയിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നാണ് അയാളുടെ ഉത്ഭവം തുടങ്ങിയത്. അതിനൊരു ചവിട്ടിമതിക്കുക പറയുമ്പോൾ എൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് ശരിയല്ല എന്നാണ്. ഒരു ഉയർച്ചയ്ക്ക് ഒരു കുറവ് കാണിക്കണമല്ലോ, നല്ല ആ ഒരു ഉയർച്ചയ്ക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അയാളൊരു തുടക്കക്കാരനല്ലേ, തുടക്കം എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയല്ലേ, അയാൾക്കത് സ്ഥാനം കൊടുത്ത് ഉയർച്ചയിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക, അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു കാര്യം. വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ഒരു തവണ ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ നന്നായി വിശ്വസിച്ചു, ആൾ പകുതിയിലിട്ടിട്ട് പോകേണ്ടി വന്നു. അത് നമ്മുടെ പാലക്കാട് ജനങ്ങളെ കൈയൊഴിഞ്ഞ പോലെയാണ് പോയത്. രണ്ടാമത് രാഹുൽ വന്നു, അതൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 2-3 മാസം ആകുമ്പോഴേക്കും കൈവിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ പാലക്കാട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇവർ വോട്ടും ചോദിച്ച് വരുന്ന ഒരു രീതിയായി മാറി. സത്യസന്ധമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്താൽ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത്രയും സന്തോഷം തന്നെയാണ്. ഇവർ തമ്മിലുള്ള പരസ്പരം പഴിചാരലും മോശം വർത്തമാനങ്ങളും വാർത്താ ചാനലിൽ കാണാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സൻ്റെ അഭിപ്രായം പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ചാനലിലിരുന്ന് വൃത്തികെട്ട വർത്തമാനങ്ങളൊന്നും പറയാതെ നല്ല രീതിക്ക് ജനങ്ങളുടെ വികസനം എന്താണ് എന്നുള്ളതൊന്ന്, പാലക്കാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ, കാലങ്ങൾ എത്ര ഒരു ഡെവലപ്മെൻറ്റും ഇവിടെ വന്നിട്ടില്ല. എക്സാമ്പിൾ ഇപ്പോൾ പറയുമ്പോൾ ഇൻഡോർ സ്റ്റേഡിയം വിക്ടോറിയ കോളേജിന് മുന്നിൽ കിടക്കുന്നുണ്ട്. നോർമലി അത് 10-15 വർഷമായി. അത് ഒരു അനാഥ മന്ദിരം പോലെ, വേറെ വാക്കൊക്കെ ഉപയോഗിക്കേണ്ടവർ അങ്ങനെയാണ് അത് കിടക്കുന്നത്. അതുപോലും ഇനിയും ശരിയാക്കിയിട്ടില്ല. ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ തയ്യാറായത്. ഇതുപോലെ ഇനിയും റോഡുകളൊന്നും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം രാഷ്ട്രീയ കക്ഷികൾ അവർ തമ്മിൽ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ഇതിലാണല്ലോ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തെറ്റുകൾ തിരുത്തിയിട്ട് ഇതുപോലുള്ള ജനപ്രതിനിധികൾ മോശം ലെവലിൽ പോവാതെ നല്ല രീതിക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. തെളിവുകൾ നമ്മുടെ ഈ ചാനലുകൾ വഴി വരുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർ സത്യസന്ധമായി കൊടുക്കുന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ തെളിവുകൾ അതിലൂടെ കാണിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല.